അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ അവർ വായിക്കുന്ന, അവരറിയുന്ന സാഹിത്യം. തിരക്കഥയിലുണ്ടായ കഥാപാത്രങ്ങളെ അപ്രപാളികളിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും എക്കാലവും വിസ്മയം പൂർത്തിയാക്കുന്ന ക്ലാസിക്കുകളായി നമ്മൾക്ക് നൽകിയ മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്നും ഒന്നാം സ്ഥാനമുള്ള മമ്മൂക്കയെ ഏറ്റവും സ്നേഹപൂർവ്വം നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് MT സാറിന്റെ 91ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മമ്മൂക്ക, പ്ലീസ്. നമസ്കാരം. പൊതുവെ അല്പം സഭാഗമുള്ള ആളായതുകൊണ്ടാണ് ഇവിടെ പിടിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഈ സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്തൊരു സായാഹ്നമാണ് നമുക്കിന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ആന്തോളജി വിഭാഗത്തിൽ സിനിമകൾ അപൂർവമായിട്ടും ഉണ്ടാകും. പക്ഷെ നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ച്. മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ്, കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിനേക്കാളും വലിയ ചേർന്നൊരു പേരും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് MTയുടെ അടുപ്പമുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത്, അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിലുള്ള ചെറുപ്പമാണ്. ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, സമകാലീന സംഭവങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സാമ്പത്തിക, സാഹിത്യ, എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ള പുതിയ പുസ്തകങ്ങൾ, പുതിയ സാഹിത്യകാരന്മാർ, പുതിയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, വിവിധ ഭാഷകളിൽ, ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയത്. അപ്പം വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴെന്നെ വിളിച്ചത്. എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഫിക്ഷനാണ്, ഡോക്ടർ ഫിക്ഷൻ. ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു. എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് MT 2 പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാണ്. പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ടും വായിച്ചു. എന്നെ കൂടെ അത്ര വായിക്കുമ്പോൾ ഇത്രയുള്ള ബുക്കാണ്. അപ്പോൾ എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ അവർ വായിക്കുന്ന, അവരറിയുന്ന സാഹിത്യത്തിലേക്ക്, സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ്. സാഹിത്യ രംഗത്ത് അത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, അത്രത്തോളം തികച്ചും മുന്നോക്കി സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ്.